അതുപോലെ ബാത്റൂമിൽ ചില ആളുകളൊക്കെ ബ്രഷ് വെക്കും, പല്ല് കേൾക്കണ ബ്രഷ്. എൻ്റെ ഈ വയല് കേൾക്കുന്ന ആളുകളൊന്നും ഈ ബാത്റൂമിൽ ബ്രഷ് വെക്കരുത്. ഇനി ബാത്റൂമിൽ ബ്രഷ് വെക്കണതിന് കുഴപ്പമൊന്നുമില്ല, അതിനൊന്നിരിക്കൽ ബോക്സ് ഇടണം. ഒരു ബോക്സൊക്കെ കരലുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ നമ്മൾ വലിച്ചെറി. ഇനി അതിനും കഴിയൂലെങ്കിൽ ബാത്റൂമിൽ നമ്മൾക്ക് രോഗികൾക്ക് ഇരിക്കുന്ന ഒരു ക്ലോസറ്റ് ഉണ്ട് അല്ലേ? അതേതാണ്? യൂറോപ്യനോ? അത് പറയരുത്, അങ്ങനെ പറയരുത്. അതിൻ്റെ പേര് രോഗികൾ ഇരിക്കുന്ന ക്ലോസറ്റാണ്. ഒരാൾ രോഗമല്ലാത്തവർ എന്തിനായി ഇരിക്കുന്നത്? പുളിച്ചായി കുത്തിരിക്കുക. ഞാൻ സാറിലാണ്. ചിലവർ അയിമ നോക്കിയിട്ട് വാട്സപ്പ് ഒക്കെ വെറുതെ തിരക്കല്ലേ. ഈ വാട്സപ്പൊക്കെ നോക്കി കളയണ്ട. അപ്പം ബാത്റൂമിൽ പോകുമ്പോൾ ചിലവർ വീഡിയോ അടിച്ചു, ചിലവർ കട്ടഞ്ചായ അടിച്ചു, ചിലവർ കട്ടഞ്ചായ അടിച്ചു. എന്തെല്ലാം വൃത്തികേട്. ഈ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് കാട്ടില്ലേ? ഈ മരണം കഴിച്ചാണ് ചോദിച്ചാലോ സാറേ? ഓരോരുത്തരെ പുതിയാപ്പോൾ പെണ്ണുങ്ങളെയും പിടിച്ചുകൊണ്ട് അവിടെ എൻ്റെ ഭർത്താവ് എങ്ങനെ ബാത്റൂം പോകാൻ. അതുകൊണ്ട് ബാത്റൂമിൽ അത് വെക്കാൻ പാടില്ല. എന്തിനാണ്? ഫ്ലഷ് ടാങ്ക് രോഗികൾക്ക് ഇരിക്കുന്ന ആ ക്ലോസറ്റുമ്പോൾ ഇരുന്ന് ചേലായാൽ പിന്നെ നിസ്കരിക്കാനും എന്തുവാണ് കസാല വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിലൊക്കെ ഇപ്പോൾ നിസ്കരിക്കാൻ കസാല എണ്ണം കൂടി. കാരണം കാലുവേദന എല്ലാവർക്കും, ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ സാധാ ക്ലോസറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ശരിക്കും ബ്ലഡ് സർക്കുലേഷൻ നടക്കും എടാ. അപ്പോൾ അതിൻ്റെ രോഗികൾക്ക് ഇരിക്കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ അടപ്പുണ്ട്. ആ അടപ്പ് അടച്ചു വെക്കണം. അങ്ങനെ വെറുതെ തുമ്പിക്കജിൻ്റെ മാതിരി നിൽക്കാനുള്ളതല്ലേ, അത് അടക്കണം. അടച്ചിട്ട് ഫ്ലഷ് ടാങ്ക് അമർത്തിയാൽ വെള്ളം നല്ല സ്പീഡിൽ ഉള്ളിക്കാണ് ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് രശ്മികൾക്ക് കയറാണ്ട് ഉള്ളിൽ നമ്മൾ കാണൂല പോലെ. വളരെ ഈ പൊടി നമ്മൾ കാണില്ലല്ലോ. ഈ പൊടി പോലത്തെ കുറേ രശ്മികളുണ്ട്. ഈ രശ്മികൾ മുഴുവനും നമ്മളെ ബ്രഷിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? പറ്റിപ്പിടിക്കും. എന്നിട്ട് അയിമ ക്ലോസപ്പ് വെച്ചിട്ട് വരച്ചാൽ നല്ല രസമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ പല്ലക്കാല വെളുപ്പം കുറച്ച് രശ്മികളും കൂടി. അതുകൊണ്ട് ഇന്ന് മുതൽ ഒന്നിരിക്കൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ അവിടെ വെക്കാതിരിക്കാം. വെച്ചാൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം. തോർത്തുമുണ്ട്, കുറേ മുടിൻ്റെ കെട്ട്, ബ്ലേഡ്, സേവിങ് സെറ്റ്, പിന്നെ ഷാമ്പൂവിൻ്റെ ബോട്ടിൽ കഴിഞ്ഞത്, കയ്യാളുള്ളത്, വേറൊന്ന് പുതിയതും എല്ലാം അവിടെ തന്നെ. ഇതൊന്നും വെക്കരുത്. നല്ല വൃത്തിയാണ്. വൃത്തിയില്ലാത്ത വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വൃത്തിയില്ലാത്ത വീടുകളിൽ ദാരിദ്ര്യമുണ്ടാകും. ചിലന്തി വലകൾ തട്ടാത്ത, ബെഡ്ഷീറ്റുകൾ അലക്കാത്ത, ഫില്ലോ കവറുകൾ കഴുകാത്ത വീടുകൾ, ആ വീടുകളിൽ ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ബാത്റൂമിൽ ചില ആളുകളൊക്കെ ബ്രഷ് വെക്കും.